മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. SIT മീതെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനാവശ്യമായ സമ്മർദ്ദം ഇത് അവസാനിപ്പിക്കണം. മന്ത്രി വാസവൻ രാജിവെക്കണം. ഈ രണ്ട് ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ ഒരു ഡിമാൻഡും കൂടി ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്ന്. അതവർ മാറ്റി. അല്ല, തുടരാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗവും ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത്. മന്ത്രി വാസവൻ അവിടെ തുടരുകയാണ്. എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നവംബർ 5 കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം 2024, അതായത് 2019 ഒരു കൊള്ള നടന്നു. ആ കൊള്ളയെക്കുറിച്ച് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബാക്കി വന്ന 475 ഗ്രാം സ്വർണം തിരിമറി നടത്തിയ വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ്. അപ്പോൾ 2019 നടത്തിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നിട്ടും 2024 വീണ്ടും അത് കൊടുത്തു. അതായത് എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കത്തുണ്ടായിരുന്നു, അടിയന്തരമായി ഉത്തരവിറക്കണമെന്ന് ആവശ്യപ്പെട്ട്. 27-ാം തീയതി സ്പോൺസർഷിപ്പിൽ ഈ പ്രവൃത്തി നടത്താൻ ബോർഡ് ഉത്തരവിറക്കി. എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി. 2025 വീണ്ടും 2024 ചെയ്യാൻ പറ്റിയില്ല. 2025 ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി ശില്പങ്ങൾ കൊണ്ടുപോകാൻ വീണ്ടും ശ്രമം ആരംഭിച്ചു. നവംബറിൽ ആരംഭിക്കുന്ന മണ്ഡലകാലത്തിന് മുമ്പ് ശബരിമലയിൽ തന്നെ അറ്റകുറ്റ പ്രവൃത്തി നടത്താൻ സമയമുണ്ടായിട്ടും ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊടുത്തുവിടാൻ സൗകര്യമൊരുക്കിയെന്നാണ്. എന്തിനാണ്? വെൻ സ്റ്റെപ്സ് വർ വൺസ് അഗെയിൻ ഇനിഷ്യേറ്റഡ് ടു ഫാബ്രിക്കേറ്റ് എ ഫോൾസ് സെൻസ് ഓഫ് എമർജൻസി. ഒരു കൃത്രിമ എമർജൻസി ഉണ്ടാക്കി ഈ ദ്വാരപാലക ശില്പം 2019 കളവ് നടന്നു എന്നറിഞ്ഞിട്ടും 2024-ലും 2025-ലും ഇത് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിന് ദേവസ്വം മന്ത്രി വാസവനും ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രശാന്തിനും പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്, ഗൗരവമുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പം മന്ത്രി വാസവൻ രാജിവെക്കണം എന്ന ഞങ്ങളുടെ ആവശ്യത്തിൻ്റെ അടിയിലാണ് ഈ കോടതി ഉത്തരവിലൂടെ അടിവരയിട്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ട് ഇവരെല്ലാം മാന്യന്മാരായി മന്ത്രിസഭയിലിരിക്കുക. പിന്നെ എന്ത് ചർച്ച നടത്താനാണ് അസംബ്ലിയിൽ? എന്ത് ചർച്ച നടത്താനാണ്? എന്ത് മറുപടിയുള്ളത്? എന്താണിന്ന് മന്ത്രി MP രാജേഷും V ശിവൻകുട്ടി പറഞ്ഞത്? സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞത്. തമാശയാണത്. സമനില തെറ്റിയവരെ പോലെയാണ് 2 മന്ത്രിമാർ സംസാരിച്ചത്. സോണിയാഗാന്ധിയാണ്. സ്വർണ്ണക്കേസ് കൊള്ള നടത്തിയ 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. 3 പേര്, അറിയപ്പെടുന്ന 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. അവർക്കെതിരായി ഒരു നടപടി എടുക്കാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയാണ് CPM. എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായ പങ്കുണ്ട്. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ, വീണ്ടും ചോദ്യം ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമാണ്. ഈ 3 പേർക്കെതിരായി, ജയിലിൽ കിടക്കുന്ന 3 പേർക്കെതിരായി നടപടി എടുക്കാതിരിക്കാൻ കാരണം എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? അവർ കൂടുതൽ നേതാക്കന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നുള്ള ഭയമാണ്. ആ ഭയം കൊണ്ടാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത്. സ്വർണ്ണക്കൊള്ള CPM നേതൃത്വം അറിഞ്ഞിട്ടുണ്ട്. ആ നേതൃത്വം അറിഞ്ഞിട്ടും വീണ്ടും ഒന്നുകൂടി കൊള്ള നടത്തിയാൻ 24-ലും 25-ലും നടത്തിയ ശ്രമമാണ്. അതുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണം. ഇനിയും ഇതിൽ ഉത്തരവാദികളായ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ചർച്ച എന്നല്ല ആവശ്യം, ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഇത് മുഴുവൻ ചർച്ച ചെയ്തതാണ്. നിയമസഭയിലും ചർച്ച ചെയ്തതാണ്, പുറത്തും ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് സമരം ചെയ്തു. സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് സമരം ചെയ്യുന്ന ആദ്യമായിട്ടാണോ? ആ സ്പീക്കർ അവിടെ ഇരുന്ന് പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമാണെന്ന്. അദ്ദേഹത്തോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു, അവിടുത്തെ പഴയ ഹിസ്റ്ററിയൊക്കെ ഒന്ന് എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ആ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോട് ഒന്ന് ചോദിക്കുക, ഇതാദ്യമായിട്ടാണോ എന്ന് ചോദിക്കുക. സ്പീക്കർ തെറ്റു പറയാൻ പാടില്ലല്ലോ. കസേരയിലിരുന്നുകൊണ്ട് അദ്ദേഹം തെറ്റാണ് പറഞ്ഞത്. തെറ്റാണ്, ചരിത്രത്തിൽ ആദ്യമാണെന്ന് പറഞ്ഞത്. ഈ നിയമസഭ തല്ലിപ്പൊളിച്ചത് നോട്ടീസ് കൊടുത്തിട്ടാണോ? ഇന്ന് അവിടെ നിന്ന് വെച്ച് ഉറക്കം സംസാരിക്കണ്ടായല്ലോ മന്ത്രി V ശിവൻകുട്ടി. ഇയാൾ മുണ്ട് മടക്കി കുത്തി ഡെസ്കിൻ്റെ മീതെ കയറി ഇതെല്ലാം തല്ലിപ്പൊളിച്ചത് നോട്ടീസ് കൊടുത്തിട്ടാണോ തല്ലിപ്പൊളിച്ചത്? ഞങ്ങളൊരു അതിക്രമവും കാണിച്ചിട്ടില്ലല്ലോ നിയമസഭയിൽ ഇതുവരെ. ഈ 5 കൊല്ലം ഒരു അതിക്രമവും കാണിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ആ ഇതിൽ പോലും കയറിയിട്ടില്ല. ഇന്നിപ്പോൾ ഭരണപക്ഷമാണ് വന്ന് അവരുടെ മന്ത്രിമാരുടെ പ്രസംഗവും അവരുടെ നന്ദി പ്രമേയ ചർച്ചയും തടസ്സപ്പെടുത്തിയത്. അവരാണ് വന്ന് ബഹളം ഉണ്ടാക്കിയത്.
അവരും വന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു. ആദ്യമായിട്ടാണ് അവരും വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. മനസ്സിലായ? പിന്നെ അവർ വന്ന് ബഹളം ഉണ്ടാക്കിയതും അവരാദ്യമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്ന് പ്രതിപക്ഷം വന്നതുപോലെ വന്ന് നിങ്ങളെ കണ്ടതൊക്കെ നല്ല കാര്യമാണ്. കാരണം ഇനി വരാൻ പോകുന്ന 5 കൊല്ലത്തേക്കുള്ള ഒരു റിഹേഴ്സലാണ് ഭരണകക്ഷി നടത്തിയത്. അവർ പ്രതിപക്ഷത്താവുമ്പോൾ ചെയ്യേണ്ട രീതി ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് തോന്നിയത്. മുദ്രാവാക്യം അവിടെ വന്ന് വെല്ലിൻ്റെ അടുത്ത് വന്ന് മുദ്രാവാക്യം വിളിച്ചതും പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ കണ്ടതും സാധാരണ പ്രതിപക്ഷം ചെയ്യേണ്ട ഒരു രീതി ഇപ്പോഴേ ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങളെല്ലാവരും വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.